നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ എറർ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി. സിസ്റ്റമാറ്റിക് എറർ, അതേപോലെ തന്നെ റാൻഡം എറർ. ഇനി നമ്മൾ ഒരു കാൽക്കുലേഷൻ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ അതിന്ന് എങ്ങനെയാണ് നമ്മൾ എറർ മാറ്റിയെടുക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ നൊട്ടേഷൻ കൊടുക്കുന്നത് എന്നുള്ളതാണ് എറർ അനാലിസിസിൽ വരുന്നത്. അപ്പോൾ ഇവിടെ കുറേ പേരുകൾ ഇങ്ങനെ കാണും. അപ്പോൾ നമ്മൾ ആ മെഷർമെൻ്റ് എടുത്തിട്ടാണ് നമ്മൾ ആ ഓരോ പേരുകൾ മനസ്സിലാക്കുന്നത്. നമുക്ക് എറർ അനാലിസിസിലേക്ക് പോവാം. ഒന്നാമത്തേത് നോക്കൂ കേട്ടോ. അബ്സല്യൂട്ട് എറർ ആണ് ആദ്യം നമ്മൾ പറയുന്നത്. ആദ്യത്തെ ഒരു കാൽക്കുലേഷനിൽ വരുന്നതാണ്. എന്താണെന്ന് നോക്കാം, ഓരോന്നും മനസ്സിലാക്കണേ. ആദ്യം നമ്മൾ പറയുന്നത് ആരാണ്? അബ്സല്യൂട്ട് എറർ ആണ്. അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ ട്രൂ വാല്യൂ ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ മെഷർ ചെയ്ത വാല്യൂ ഉണ്ട്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ്, ഇതാണ് എറർ എന്ന് നമ്മൾ ആദ്യം പറയാം. അതിനെയാണ് ശരിക്കും അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് അബ്സല്യൂട്ട് എറർ എന്ന് ചോദിച്ചാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് കൂടെ എഴുതുമല്ലോ, ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ. നോക്കൂ, എന്തായിരുന്നു അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ? നമ്മൾ ആദ്യം എററിൽ കേട്ട ഒരു ഡെഫിനേഷൻ അല്ലേ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അബ്സല്യൂട്ട് എറർ എന്ന് വിളിക്കുക. ഞാനൊരു എക്സ്പെരിമെൻ്റ് നടത്തുന്ന സമയത്ത് കുറേ മെഷർമെൻറ്റുകൾ എടുത്തു എന്ന് കരുതും. അപ്പോൾ ആ മെഷർമെൻറ്റുകളാണ് ഞാൻ ഈ താഴെ എഴുതുന്നത്. കൺസിഡർ n മെഷർമെൻറ്റ്സ്. ഞാൻ n ടൈംസ് മെഷർമെൻ്റ് എടുത്തു. അങ്ങനെ എനിക്ക് കിട്ടിയ n മെഷർമെൻറ്റ്സ് ആണ് ആരൊക്കെ? A1. ഒരു ലെങ്ത് മെഷർ ചെയ്യാണ്. ആ ലെങ്ത് ആദ്യം എനിക്ക് കിട്ടിയത് A1 ആണ്. അടുത്ത ഒരു മെഷർമെൻ്റ് ആണ് ആര്? A2. അടുത്തതാണ് A3 എക്സെട്രാ AN. ഇതാണ് നമ്മൾ മെഷർ ചെയ്തെടുത്ത വാല്യൂകൾ. അപ്പോൾ ഇതാണ് മെഷേർഡ് വാല്യൂസ്. അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂകൾ വേണം, ട്രൂ വാല്യൂവും വേണം, അതേപോലെ തന്നെ മെഷേർഡ് വാല്യൂവും വേണം. മെഷേർഡ് വാല്യൂസ് ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇനി അറിയേണ്ടത് ആരാ? ട്രൂ വാല്യൂ ആണ്. ട്രൂ വാല്യൂവിനെ നമുക്ക് ഇതിൻ്റെ അരിതമെറ്റിക് മീനായിട്ട് കൺസിഡർ ചെയ്യാം. നമ്മൾ മെഷർ ചെയ്ത വാല്യൂവിൻ്റെ അരിതമെറ്റിക് മീനായിട്ട് ആരെ കൺസിഡർ ചെയ്യാം? ട്രൂ വാല്യൂവിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ നിങ്ങൾ ഇവിടെ ട്രൂ വാല്യൂ കൂടെ എഴുതിക്കോളൂ കേട്ടോ. ട്രൂ വാല്യൂ ക്യാൻ ബി കൺസിഡേർഡ് ആസ് അരിതമെറ്റിക് മീൻ ഓഫ് മെഷേർഡ് വാല്യൂസ്. അപ്പോൾ നമ്മൾ മെഷർ ചെയ്ത വാല്യൂകളാണ് A1, A2, A3 എക്സെട്ര അങ്ങനെ വരുന്നത്. അതിൻ്റെ മീൻ എടുത്താൽ എങ്ങനെയാണ് നമ്മൾ മീൻ വാല്യൂ കാണൽ? ഞാനതിനെ A ബാർ എന്നോ അല്ലെങ്കിൽ A മീൻ എന്നോ എഴുതിയാൽ ഈക്വൽ ടു അതിന് ഞാൻ എഴുതുകയാണ് A1 പ്ലസ് A2 പ്ലസ് A3 എക്സെട്രാ AN ഹോൾ ഡിവൈഡഡ് ബൈ n. ഇങ്ങനെയല്ലേ നമ്മൾ മീൻ വാല്യൂ കാണാൻ പഠിച്ചിരുന്നത്? ആണ്. ഇതാണ് ഞാനെടുത്ത മെഷർമെൻറ്റുകളുടെ മീൻ വാല്യൂ. അല്ലെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രൂ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇവനെയാണ്. ഇനി നോക്കൂ നിങ്ങൾ, ആദ്യം നമ്മൾ എഴുതിയ ഹെഡിങ് എന്താണ്? അബ്സല്യൂട്ട് എറർ ആണ്. അബ്സല്യൂട്ട് എറർ ഓരോ മെഷർമെൻറ്റിലെയും കാണണമെങ്കിൽ
ഓരോ മെഷർമെൻറ്റും ട്രൂ വാല്യൂമായിട്ടുള്ള ഡിഫറൻസ് കണ്ടാൽ മതി. അപ്പോൾ ഞാൻ ഓരോ വാല്യൂയിലുള്ള അബ്സല്യൂട്ട് എറർ കാണാൻ പോവാണ്. നോക്കൂ നിങ്ങൾ, അബ്സല്യൂട്ട് എറർ എഴുതിക്കോളൂ കേട്ടോ. അബ്സല്യൂട്ട് എറർ in each measurement is നോക്കൂ, ഓരോ മെഷർമെൻറ്റിലുള്ള അബ്സല്യൂട്ട് എറർ, ആ അബ്സല്യൂട്ട് എററിനെ ഞാൻ കാണിക്കുകയാണ് ഡെൽറ്റ A1. ആരെ ഡെൽറ്റ A1? അബ്സല്യൂട്ട് എറർ ഇൻ A1 ആണ്. അത് ഈക്വൽ ടു നമുക്കൊരു മീൻ വാല്യൂ കിട്ടിയിട്ടില്ലേ? ഉണ്ട്. അതാരാ? A ബാർ മൈനസ് ആ ഫസ്റ്റ് മെഷർമെൻറ്റ് A1 ആണ്. A ബാർ മൈനസ് A1നെയാണ് അബ്സല്യൂട്ട് എറർ ഇൻ A1 എന്ന് വിളിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ, ആദ്യം നമ്മൾ രണ്ടാമത്തെ ഒരു അബ്സല്യൂട്ട് എറർ കാണുകയാണ്, ഡെൽറ്റ A2. അപ്പോൾ ആരാ ഡെൽറ്റ A1? അബ്സല്യൂട്ട് എറർ ഇൻ A1. ആരാ ഡെൽറ്റ A2? അബ്സല്യൂട്ട് എറർ ഇൻ A2. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? A ബാർ മൈനസ് A2. ഇനി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാൽ ഡെൽറ്റ A3 വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ ഡെൽറ്റ A3 ഈക്വൽ ടു A ബാർ മൈനസ് A3. ആരാണ് ഡെൽറ്റ A3 എന്ന് പറയുന്ന ആള്? ഡെൽറ്റ A3 ആരാ? അത് അബ്സല്യൂട്ട് എറർ ഇൻ ആരാണ്? A3 ആണ്. ആരെ? A ബാർ. A ബാർ ആണ് നമ്മുടെ മീൻ വാല്യൂ അല്ലെങ്കിൽ ട്രൂ വാല്യൂ. മീൻ വാല്യൂവിനെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്തത്? ട്രൂ വാല്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തത്. A3 ആയിരുന്നു ആര്? മെഷേർഡ് വാല്യൂ. മെഷേർഡ് വാല്യൂ. അപ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മൾ ആദ്യം കണ്ടത് അബ്സല്യൂട്ട് എറർ ആണ്. അപ്പോൾ അബ്സല്യൂട്ട് എറർ എങ്ങനെയാണ് കാണുക? മീൻ വാല്യൂവിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്ത വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ അബ്സല്യൂട്ട് എറർ കിട്ടും. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ആരാണ്? ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ ആണ്. നോക്കൂ നിങ്ങൾ, അപ്പോൾ നമ്മൾ അബ്സല്യൂട്ട് എറർ എന്താണ് എന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾക്ക് അടുത്തൊരു കാര്യം പറയാം. അപ്പോൾ ആദ്യം നമ്മൾക്ക് കിട്ടിയത് ആരാ? ഒന്ന് പറഞ്ഞേ. അബ്സല്യൂട്ട് എറർ ആണ് നമുക്ക് മനസ്സിലായത്. ഇനി നമ്മൾ പറയാൻ പോണത് രണ്ടാമത്തെ ആള് നോക്കൂ, അതാണ് മീൻ അബ്സല്യൂട്ട് എറർ. ആരാണ്? മീൻ അബ്സല്യൂട്ട് എറർ. നിങ്ങൾക്ക് ആ വേർഡിങ്ങിൽ നിന്ന് തന്നെ കാര്യം മനസ്സിലാവേണ്ടതാണ്. അബ്സല്യൂട്ട് എറർ എങ്ങനെയാണ് കാണുകയെന്ന് അറിയില്ലേ? അറിയാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മീൻ എടുക്കുക. അതിനെയാണ് നമ്മൾ മീൻ അബ്സല്യൂട്ട് എറർ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്നാരാ? അബ്സല്യൂട്ട് എറർ. പിന്നെ ആരാണ്? മീൻ അബ്സല്യൂട്ട് എറർ. അതെന്താണ് എന്ന് ഞാൻ എഴുതാൻ പോവാ. ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയാൽ അരിതമെറ്റിക് മീൻ ഓഫ്, താഴെഴുതിക്കോളൂ, അരിതമെറ്റിക് മീൻ ഓഫ് അബ്സല്യൂട്ട് എറർ എന്ന് പോരാ. ചിലപ്പോൾ അബ്സല്യൂട്ട് എറർ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. പക്ഷേ മീൻ അബ്സല്യൂട്ട് എറർ എടുക്കുമ്പോൾ, അരിതമെറ്റിക് മീൻ എടുക്കുമ്പോൾ നമുക്ക് അബ്സല്യൂട്ട് എറർ ഏത് സൈനും കിട്ടട്ടെ, പക്ഷെ നമ്മൾ പോസിറ്റീവ് എടുക്കുള്ളൂ. അപ്പോൾ അരിതമെറ്റിക് മീൻ ഓഫ് പോസിറ്റീവ് വാല്യൂസ്, അരിതമെറ്റിക് മീൻ ഓഫ് പോസിറ്റീവ് വാല്യൂസ് ഓഫ് ആര്? പോസിറ്റീവ് വാല്യൂസ് ഓഫ് ആര്? പറയും. പോസിറ്റീവ് വാല്യൂസ് ഓഫ് അബ്സല്യൂട്ട് എറർ. അബ്സല്യൂട്ട് എററിന്റെ പോസിറ്റീവ് വാല്യൂകളുടെ അരിതമെറ്റിക് മീൻ എടുത്താൽ കിട്ടുന്നതാണ് ആര്? മീൻ അബ്സല്യൂട്ട് എറർ. ഞാൻ മീൻ അബ്സല്യൂട്ട് എററിനെ നൊട്ടേഷൻ കൊടുക്കുന്നത് ഇതാ ഇങ്ങനെയാണ്. നോക്കിക്കോളൂ. ഡെൽറ്റ എ അതായിരുന്നു പണ്ട് അബ്സല്യൂട്ട് എറർ. ഇതാണ് മീൻ അബ്സല്യൂട്ട് എറർ. ഡെൽറ്റ എ ആരായിരുന്നു?
അബ്സല്യൂട്ട് എറർ ആണ്. ഡെൽറ്റ എ ബാർ ആരാ? മീൻ അബ്സല്യൂട്ട് എറർ ആണ്. എങ്ങനെയാ നമ്മൾ മീൻ അബ്സല്യൂട്ട് എറർ കാണേണ്ടത്? പോസിറ്റീവ് വാല്യൂകളുടെ മീൻ എടുക്കണം. അതാണ് ഞാൻ മോഡുലസ് ഇടാൻ കാരണം. ആരുടെ മീൻ എടുക്കേണ്ടത്? പോസിറ്റീവ് വാല്യൂകളുടെ മീനാണ് എടുക്കേണ്ടത്. അപ്പം മോഡ് ഡെൽറ്റ എ ടു എക്സെട്ര പ്ലസ് മോഡ് ഡെൽറ്റ എ എൻ. അപ്പൊ നോക്കൂ, അരിതമെറ്റിക് മീൻ എടുക്കുമ്പോൾ പോസിറ്റീവ് വാല്യൂകൾ എടുക്കുക, ഹോൾ ഡിവൈഡഡ് ബൈ എൻ മെഷർമെന്റ്സ് അല്ലേ ഉള്ളത്? ആണ്. ഇതിനെയാണ് നമ്മൾ മീൻ അബ്സല്യൂട്ട് എറർ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കൂ, നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ആദ്യം പഠിച്ചത്. ഒന്നാരായിരുന്നു? അബ്സല്യൂട്ട് എറർ ഡെൽറ്റ എ വൺ ഈക്വൽ ടു എ ബാർ മൈനസ് എ വൺ. അടുത്തത് നമ്മൾ പഠിച്ചത് മീൻ അബ്സല്യൂട്ട് എറർ ആണ്. എങ്ങനെ മീൻ അബ്സല്യൂട്ട് എറർ കാണുക? മോഡ് ഡെൽറ്റ എ വൺ പ്ലസ് മോഡ് ഡെൽറ്റ എ ടു എക്സെട്ര ഹോൾ ഡിവൈഡഡ് ബൈ എന്നിനെയാണ് നമ്മൾ മീൻ അബ്സല്യൂട്ട് എറർ എന്ന് വിളിക്കുന്നത്. രണ്ട് എററുകളാണ് നിങ്ങൾ പഠിച്ചത് കേട്ടോ. നോക്കൂ, മൂന്നാമതായിട്ട് ഞാൻ പറയുന്ന കാര്യം ശരിക്കും ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം നമ്മൾ പറയുന്നത് ഇതാണ്, റിലേറ്റീവ് എറർ. ആരാ നമ്മൾ പറയാൻ പോകുന്നത്? റിലേറ്റീവ് എറർ ആണ്. ഇത് നമുക്ക് ഒരു പ്രോബ്ലം വരുന്ന പാർട്ടാണ് കേട്ടോ. റിലേറ്റീവ് എറർ നോക്കൂ, അത് നമുക്കൊരു മീൻ അബ്സല്യൂട്ട് എറർ ഇല്ലേ? ഉണ്ട്. ഡിവൈഡഡ് ബൈ മീൻ വാല്യൂ. ഇതിനെയാണ് നമ്മൾ റിലേറ്റീവ് എറർ എന്ന് പറയുന്നത്. ഞാനിതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് എഴുതുന്നുണ്ട്, കൂടെ എഴുതുക. നിങ്ങൾക്കത് മനസ്സിലാവുണ്ടോ നോക്കൂ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ്. ഈ റിലേറ്റീവ് എന്ന് ഇനി നമ്മൾ പല സ്ഥലങ്ങളിൽ ഫിസിക്സിൽ കാണും. റിലേറ്റീവ് എന്ന് കണ്ടാൽ അപ്പം മിക്കവാറും കേസിൽ റേഷ്യോ വരുന്നുണ്ടാവും. റിലേറ്റീവ് കണ്ടാൽ മിക്കവാറും എന്ത് വരും? റേഷ്യോ വരും. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ്, നോക്കണേ, ഏത് ടു ഏതാ ഞാൻ പറഞ്ഞത്? റേഷ്യോ ഓഫ് മീൻ അബ്സല്യൂട്ട് എറർ. മീൻ അബ്സല്യൂട്ട് എറർ ടു ദ, നോക്കൂ, മീൻ അബ്സല്യൂട്ട് എറർ ടു ദ, കൂടെ എഴുതണേ, ടു ദ മീൻ വാല്യൂ. മീൻ വാല്യൂ. അപ്പോൾ മീൻ വാല്യൂ എന്നുള്ളത് എ ബാർ ആണ്, നമുക്കറിയാം അല്ലേ? റിലേറ്റീവ് എറർ പറഞ്ഞത് നോക്കൂ, റിലേറ്റീവ് എറർ ഈക്വൽ ടു, അപ്പോൾ നമുക്ക് എന്ത് ഇക്വേഷൻ എഴുതാം? റിലേറ്റീവ് എറർ. മീൻ അബ്സല്യൂട്ട് എററിനെ നിങ്ങൾ എങ്ങനെയാ കാണിച്ചത്? ഡെൽറ്റ എ ബാർ ഡിവൈഡഡ് ബൈ എ ബാർ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിലേറ്റീവ് എറർ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ചിലപ്പോൾ റിലേറ്റീവ് എറർ എന്ന് കാണും, ചിലപ്പോൾ നിങ്ങളതിനെ ഫ്രാക്ഷണൽ എറർ എന്നും കാണാൻ സാധ്യത ഉണ്ട്. പ്രോബ്ലത്തിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഏതെങ്കിലും ചാപ്റ്ററുകളിലോ ചിലപ്പോൾ എന്ത് കാണും? ഫ്രാക്ഷണൽ എറർ അല്ലെങ്കിൽ റിലേറ്റീവ് എറർ. നോക്കൂ, ആരായിരുന്നു? എ ബാർ മീൻ വാല്യൂ. എ ബാർ മൈനസ് എ വൺ ആരാ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എ വൺ. അതാണ് അബ്സല്യൂട്ട് എറർ. ആരായിരുന്നു മീൻ അബ്സല്യൂട്ട് എറർ? അതാണ് ഡെൽറ്റ എ ബാർ. ഡെൽറ്റ എ ബാർ ബൈ എ ബാർ ആരാ? റിലേറ്റീവ് എറർ ആണ്. ശ്രദ്ധിക്കണേ, നന്നായി ശ്രദ്ധിക്കണം കേട്ടോ, കൺഫ്യൂഷൻ ആയി പോവരുത്. അപ്പൊ നോക്കൂ, നമ്മൾ 3 ആളുകളെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ, ഇനി നാലാമത്തെ ഒരാളെയാണ് നമുക്ക് പറയാനുള്ളത്. ശ്രദ്ധിക്കുക, പേഴ്സൻറ്റേജ് എറർ. നോക്കൂ, പേഴ്സൻറ്റേജ് എറർ ആണ് ഞാൻ പറഞ്ഞത്, ചേഞ്ച് അല്ല. പേഴ്സൻറ്റേജ് എറർ. ഈ പേഴ്സൻറ്റേജ് ചേഞ്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. എന്താണ് തമ്മിലുള്ള ഒരു ചെറിയ ഡിഫറൻസ് വരുന്നതെന്ന് ഞാൻ പിന്നീട് പറയാം. നോക്കൂ, അപ്പം നമ്മൾ നാലാമത്തെ ആളെ കുറിച്ചാണ് പറയാൻ പോണത്. ആരാണത്? പേഴ്സൻറ്റേജ് എറർ. ആരാണ് പേഴ്സൻറ്റേജ് എറർ എന്ന് ചോദിച്ചാൽ റിലേറ്റീവ് എറർ
എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്. റിലേറ്റീവ് എറർ എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർസെൻറ്റേജ് എറർ. അപ്പോൾ വളരെ സിമ്പിളാണത്. റിലേറ്റീവ് എറർ കിട്ടിയാൽ ഇൻറ്റു 100 കൊടുത്താൽ മതി. റിലേറ്റീവ് എറർ എങ്ങനെയാ കാണുക നമ്മൾ? നമുക്ക് വേണ്ടത് എന്താണ്? പെർസെൻറ്റേജ് എറർ ഈക്വൽ ടു റിലേറ്റീവ് എറർ എങ്ങനെയാ നമ്മൾ കാണുക? ഡെൽറ്റ എ ബാർ ഡിവൈഡഡ് ബൈ എ ബാർ ഇൻറ്റു 100 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് പെർസെൻറ്റേജ് എററായി. സിമ്പിളാണ്. അപ്പൊ ഡെൽറ്റ എ ബാർ ബൈ എ ബാർ ആരാ? റിലേറ്റീവ് എറർ ആണ്, അല്ലെങ്കിൽ ഫ്രാക്ഷണൽ എറർ ആണ്. ഇൻറ്റു 100 കൊടുത്താൽ പെർസെൻറ്റേജ് എറർ കിട്ടും. വളരെ സിമ്പിളാണ്. നോക്കൂ, നമുക്ക് ആദ്യം അത് ആരായിരുന്നു? അബ്സല്യൂട്ട് എറർ ആണ് വന്നിരുന്നത് അല്ലേ? അതിനു മുമ്പ് അതറിയണമെങ്കിൽ ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് എ ബാർ ആണ്. മീൻ വാല്യൂ ആണ് എടുക്കേണ്ടത്. A1 + A2 + A3 എക്സെട്ര ഡിവൈഡഡ് ബൈ n ആണ്. അതാണ് എ ബാർ എങ്കിൽ A1-ലെ അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ എ ബാർ മൈനസ് A1 ആണ്. അതാണ് ഡെൽറ്റ A1. ഇനി നമുക്ക് റിലേറ്റീവ് മീൻ അബ്സല്യൂട്ട് എറർ കിട്ടണമെങ്കിൽ ആ അബ്സല്യൂട്ട് എററുകളുടെ മീൻ വാല്യൂ എടുക്കുക. റിലേറ്റീവ് എറർ കിട്ടണമെങ്കിൽ മീൻ അബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ മീൻ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റിലേറ്റീവ് എറർ കിട്ടും. ഇൻറ്റു 100 കൊടുത്തു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് എററും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നോക്കൂ, ഈ പറഞ്ഞ ആളുകൾ നമ്മൾ എങ്ങനെയാണ് പ്രോബ്ലത്തിൽ നമുക്ക് വരുന്നത് എന്ന് നോക്കാം. ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോഴേ നമുക്ക് അതിൻ്റെ പൂർണ്ണമായ ഒരു മീനിങ് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ നന്നായി ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇനി നോക്കൂ, അടുത്ത മെയിൻ ഹെഡിങ് ആണ് കോമ്പിനേഷൻ ഓഫ് എറേഴ്സ്. ആരാണ്? കോമ്പിനേഷൻ ഓഫ് എറേഴ്സ്. ഓക്കെ, കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്നതിന് അത് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളിത് ലാബിൽ പോയിട്ട് മെഷർ ചെയ്യാൻ പോണില്ല. അത് നമ്മൾ ലാബുമായി ബന്ധപ്പെട്ട് ചെയ്തേക്കാം. പക്ഷേ ഒരു എക്സാമിൽ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ എററുകളെ എങ്ങനെയാണ് നമ്മൾ കാണുക എന്നുള്ളത് നമുക്കൊന്നിവിടെ നോക്കാം കേട്ടോ. നോക്കൂ, ഇപ്പം ഞാൻ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഒരു ലെങ്ത് മെഷർ ചെയ്യാം. ലെങ്ത് ഈക്വൽ ടു നമുക്ക് കിട്ടിയത് ഒരു 5 ± 0.02 സെന്റിമീറ്റർ. ഇങ്ങനെയാണ് ഒരാൾ ലെങ്ത് മെഷർ ചെയ്തിട്ട് ലാബിൽ നിന്ന് എഴുതിയത്. ഒരു റിസൾട്ട് ഇങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടുത്തെ ഒരു എന്താണ് ഈ ഒരു നമ്മൾ എഴുതിയതിലുള്ള മീനിങ് എന്താണെന്ന് നോക്കാം. നമുക്ക് ഈ ± കഴിഞ്ഞിട്ടുള്ള വാല്യൂ ഉണ്ടല്ലോ, 5 സെന്റിമീറ്റർ നമുക്ക് കിട്ടി. പക്ഷെ 5 കഴിഞ്ഞിട്ടൊരു 0.02 വരാം. ചിലപ്പോൾ 5.02 എന്നായിരിക്കും ആൻസർ കിട്ടുന്നുണ്ടാവുക. 0.02ന്റെ ഒരു എറർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ 0.02 എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ഈ ലെങ്ത്തിനെ നമ്മൾ L എന്ന് വിളിക്കുകയാണെങ്കിൽ ഡെൽറ്റ എൽ ബാർ. ആരാ അത്? ഡെൽറ്റ എൽ ബാർ എന്ന് പറഞ്ഞാൽ ആരാ? അത് മീൻ അബ്സല്യൂട്ട് എറർ ആണ്. ആ മീൻ അബ്സല്യൂട്ട് എറർ ഈക്വൽ ടു നമുക്ക് 0.02 സെന്റിമീറ്റർ എന്ന് എഴുതാം. അതാരാണ്? മീൻ അബ്സല്യൂട്ട് എറർ ആണ്. 0.02 സെന്റിമീറ്റർ ആണ് ആര്? മീൻ അബ്സല്യൂട്ട് എറർ. അല്ലെങ്കിൽ നമ്മൾ അതിനെ ജസ്റ്റ് എറർ എന്ന് വിളിക്കും. ഓക്കെ, ഇനി നോക്കൂ നിങ്ങൾ, നമുക്ക് ഡെൽറ്റ എൽ ബാർ ഇതാണെങ്കിൽ ഇതിൻ്റെ എൽ ബാർ ഉണ്ടല്ലോ, മീൻ വാല്യൂ, അതാരാന്നറിയണമെങ്കിൽ ഇതാ ഇവനാണ് എൽ ബാർ, മീൻ വാല്യൂ.
അതെന്ന് പറയുന്നത് 5 ആണ്. ബാക്കിയുള്ളതാണ് എറർ എങ്കിൽ ഈ എൽ ബാർ ആണ് ആര് 5 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നോക്കൂ നിങ്ങൾ, ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. പിന്നെ നമ്മൾ ഇത് ഒന്ന് പറഞ്ഞിരുന്നു അല്ലെ, മീൻ വാല്യൂ, മീൻ അബ്സല്യൂട്ട് എറർ, അത് പറഞ്ഞിരുന്നു. ഇനി നോക്കൂ നിങ്ങൾ, നമുക്ക് റിലേറ്റീവ് എറർ കിട്ടണം എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ ബാർ ബൈ എൽ ബാർ ഈക്വൽ ടു ആരായിരിക്കും? 5 ഡിവൈഡഡ് ബൈ അല്ല എറർ 0.02 ഡിവൈഡഡ് ബൈ 5 ആയിരിക്കും. സെന്റിമീറ്റർ സെന്റിമീറ്റർ ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത് പോയി. അപ്പോൾ യൂണിറ്റ് ഇല്ലാത്ത ഒരാളാണത്. റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ലെസ് ആണ്, അതിന് യൂണിറ്റ് ഉണ്ടാവില്ല. മുകളിൽ 1 സെന്റിമീറ്റർ, താഴെ 1 സെന്റിമീറ്റർ, അത് പോയി. അങ്ങനെയാണെങ്കിൽ പേഴ്സൻറ്റേജ് എറർ കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പേഴ്സൻറ്റേജ് എറർ ഈക്വൽ ടു നമുക്ക് ഇൻറ്റു 100 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ 0.02 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 100 ആണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഓരോ വാല്യൂകളും നമുക്ക് കിട്ടി. ഇതായിരുന്നു മീൻ അബ്സല്യൂട്ട് എറർ. ഇതാരാ? അത് മീൻ വാല്യൂ ആണ് അല്ലേ? അതാരാന്നൊന്ന് നമുക്ക് ജസ്റ്റ് അവിടെ ഒന്ന് എഴുതി വെക്കാം. ഇതാണ് ആര്? മീൻ വാല്യൂ. ഇവൻ ആരായിരുന്നു? റിലേറ്റീവ് എറർ ആണ്. ആരാണ്? റിലേറ്റീവ് എറർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവൻ ആരായിരുന്നു? പേഴ്സൻറ്റേജ് എറർ ആണ്. ആരാണ്? പേഴ്സൻറ്റേജ് എറർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തായിരുന്നു നമ്മളെ ഹെഡിങ്? കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് എന്നുള്ളതാണ്. ഞാൻ 2 വാല്യൂകളെ എന്ത് ചെയ്യാണ്? നമ്മൾ സം എടുക്കുകയാണ്. ആ സം എടുക്കുന്ന നേരത്ത് അതിൽ വരുന്ന എറർ എത്രയാ എന്നറിയണം. അപ്പം നമ്മൾ എറർ ഇൻ സം എന്നുള്ള ഒരു ഹെഡിങ് എഴുതാം. എറർ ഇൻ സം. നോക്കൂ, നേരത്തെ നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ ലെങ്ത്തിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിരുന്നു. അവിടെ ഒരൊറ്റ വാല്യൂവേ ഉള്ളൂ. പക്ഷേ ഇനി ഞാൻ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇങ്ങനെയാണ്. കൺസിഡർ ദ സം. നമ്മളൊരു സം ചെയ്യുന്ന ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്തു. ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ബി. ഇതാണ് നമ്മുടെ സമ്മ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ എത്രയാണോ അതിനെ ഞാൻ ലാബിൽ നിന്ന് മെഷർ ചെയ്തു. ബിയുടെ വാല്യൂ എത്രയാണോ അതിന് ഞാനൊരു മെഷർമെന്റ് എടുക്കുകയാണ്. അപ്പം അതിൽ എറർ വരാം. അപ്പം നിങ്ങൾക്ക് എയിലെയും ബിയിലെയും എറർ കിട്ടിയാൽ ഇസഡിലെ എറർ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇവിടെ ഇതാണ് സംഗതി. ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ബി ആണെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് മനസ്സിലാക്കാം. ലെറ്റ് ഡെൽറ്റ എ എന്നുള്ള ആള് എറർ ഇൻ എ ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് മീൻ അബ്സല്യൂട്ട് എറർ ആണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇനി ക്വസ്റ്റ്യനിലൊക്കെ എററിനെ കാണുകയുള്ളൂ. അപ്പോൾ സാധാരണ രീതിയിൽ എറർ എന്ന് പറയുമ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് മീൻ അബ്സല്യൂട്ട് എറർ ആണ്. നോക്കൂ, അടുത്തത് നോക്കിയാ ഡെൽറ്റ ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എറർ ഇൻ ബി ആണ്. ഇത് രണ്ടും നമുക്ക് മെഷർ ചെയ്തപ്പോൾ ആ എറർ മനസ്സിലായി. എയിലെയും ബിയിലെയും എറർ മനസ്സിലായാൽ ഇസഡിലെ എറർ എത്രയാണ് എന്ന് കാണണം. ഡെൽറ്റ സെഡ്. ആരാ ഡെൽറ്റ സെഡ്? എറർ ഇൻ ആരാണ്? ഇസഡ് ആണ്. ടോട്ടൽ വാല്യൂയിലുള്ള എററിനെയാണ് ഞാൻ ഡെൽറ്റ സെഡ് കൊണ്ട് കൊടുത്തതെങ്കിൽ എങ്ങനെയാണ് ഡെൽറ്റ സെഡ് കണ്ടുപിടിക്കുക എന്ന് നമ്മൾക്ക് ചോദ്യം വരാം. ആ ഡെൽറ്റ സെഡിലെ എറർ കാണാൻ ഞാൻ ഉപയോഗിക്കുന്ന വാക്കൊന്ന് ശ്രദ്ധിക്കണേ. ഞാൻ അടുത്തൊരു വാക്ക് എഴുതുകയാണ്, മാക്സിമം എറർ. എന്താ ഞാൻ ഉപയോഗിച്ചത്? മാക്സിമം എറർ. നിങ്ങളോട് എറർ കാണാൻ പറയുമ്പോൾ മാക്സിമം എറർ ആണ് ഈ കാണാൻ പറയുന്നത്. അതെന്താന്ന് ഞാനിപ്പോൾ പറയാം.
മാക്സിമം എറർ ഇൻ ഇസഡ് ഈസ് ഗിവൺ ബൈ. എന്താ ഈ മാക്സിമം എറർ കൊണ്ട് ഉദ്ദേശിച്ചെന്നറിയോ? ഞാനൊരു ലെങ്ത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ആ ലെങ്ത് ചിലപ്പോൾ എറർ വന്ന് കൂടാം, ചിലപ്പോൾ എറർ വന്ന് കുറയാം. ഞാൻ ബിയുടെ മെഷർമെന്റ് എടുത്തപ്പോൾ അതിൻ്റെ ലെങ്ത് ആണെങ്കിൽ അതിൻ്റെ ലെങ്ത് കൂടാം അല്ലെങ്കിൽ കുറയാം. നമ്മളിവിടെ എല്ലാം കൂടുന്നതിന് മാത്രമാണ് ആൻസർ എഴുതുന്നത്. അപ്പോൾ കുറയുന്നതിനോ? കുറയുന്നതെന്ന് സ്പെസിഫൈ ചെയ്താൽ ആ രീതിയിൽ എഴുതണം. അപ്പം നമ്മൾ മാക്സിമം എറർ ഇൻ സെഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മാക്സിമം എറർ വരിക, എറർ നല്ലവണ്ണം കൂടുകയാണ്. കൂടണമെങ്കിൽ എല്ലാത്തിലും എറർ പോസിറ്റീവ് വാല്യൂ വരണം, കൂടി വരണം, എറർ കുറയരുത്. എന്ന് പറഞ്ഞാൽ ആ ലെങ്ത് കുറയരുത്. അപ്പൊ നമ്മൾ മാക്സിമം എററാ പറയുന്നത് ആണെങ്കിൽ, അപ്പൊ നോക്കൂ നിങ്ങൾ, മാക്സിമം എറർ ഇൻ ഇസഡ് ഈസ് ഗിവൺ ബൈ, എങ്ങനെയാ എറർ ഇൻ സെഡിനെ എഴുതുക നമ്മൾ? ഡെൽറ്റ സെഡ് ആണ്, ഈക്വൽ ടു വളരെ സിമ്പിൾ ആണ്, ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി ആയിരിക്കും. എറർ ഇൻ ഇസഡ് ഈക്വൽ ടു എറർ ഇൻ എ പ്ലസ് എറർ ഇൻ ബി ആയിരിക്കും. ഇതാണ് ഒരു സമ്മ് എന്നുള്ള ഒരു ക്വാണ്ടിറ്റി വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാനുള്ള എററിന്റെ ഇക്വേഷൻ. അപ്പൊ നോക്കൂ, ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ബി എന്നുള്ള ഒരു ഹെഡിങ് ഒരു ഇക്വേഷൻ വന്നു. ആ ഇക്വേഷനിലെ ടോട്ടൽ എറർ കാണണമെങ്കിൽ ഡെൽറ്റ സെഡ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി ആയിരിക്കും. എയിലെയും ബിയിലെയും എററുകൾ സം ചെയ്താൽ മതി. ഇതിൻ്റെ ഒരു ഡെറിവേഷൻ ഉണ്ട്, അത് നമ്മൾ കൂടുതലായിട്ട് പഠിച്ചിട്ട് ബുദ്ധിമുട്ടണ്ട. ഞാൻ നിങ്ങൾക്ക് തരുന്ന നോട്ടിൽ ഇതിൻ്റെ ഡെറിവേഷൻ ഉണ്ടാവും. അപ്പോൾ അത് എക്സാമിന് കൂടുതൽ വരാറില്ല, നമുക്ക് കൂടുതൽ ടൈമും കളയാനില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റെഫർ ചെയ്യാം, ആ നോട്ട് റെഫർ ചെയ്യാം. നോക്കൂ, അപ്പോൾ ഡെൽറ്റ സെഡ് ഈക്വൽ ടു ആരാണ്? ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. ഇത് എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ എറർ ഇൻ സമ്മ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അറിയാനുള്ളത് എറർ ഇൻ ഡിഫറൻസ് ആണ്. ആരാണ്? എറർ ഇൻ ഡിഫറൻസ് ആണ്. നോക്കൂ, നോക്കൂ, എറർ ഇൻ ഡിഫറൻസ് നമുക്ക് ലെറ്റ് ഇസഡിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട് എന്ന് കരുതാം. ലെറ്റ് ഇസഡ് ഈക്വൽ ടു എ മൈനസ് ബി. നേരത്തെ ഇസഡ് ഈക്വൽ ടു ആരായിരുന്നു? എ പ്ലസ് ബി ആയിരുന്നു അല്ലേ? അപ്പൊ സെഡിലെ എററിന്റെ ഇക്വേഷൻ എന്താ കിട്ടിയേ? ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി ആണ്. ഇവിടെ ആവുമ്പോൾ അപ്പൊ എന്താ വരിക എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ വരാവുന്ന കാര്യം ഡെൽറ്റ സെഡ് ഈക്വൽ ടു ഡെൽറ്റ എ മൈനസ് ഡെൽറ്റ ബി എന്നാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവുക. പക്ഷെ ഞാൻ പറഞ്ഞു മാക്സിമം എററിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ കുറയാനല്ല, എത്ര മാക്സിമം കൂടാം അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എയിലുള്ള എറർ പ്ലസ് ബിയിലുള്ള എററും കൂടെ ആഡപ്പ് ചെയ്ത് വന്നു, തെറ്റ് കൂടി വരികയാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് ആരെക്കുറിച്ചാണ്? മാക്സിമം എററാണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും നോക്കൂ നിങ്ങൾ, മാക്സിമം എറർ in Z is given by, നോക്കൂ, ഡെൽറ്റ സെഡ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി ആണ്. ഇസഡില് എ പ്ലസ് ബി ആണെങ്കിലും എ മൈനസ് ബി ആണെങ്കിലും ഇസഡിലെ മാക്സിമം എറർ ആരായിരിക്കും? ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. എററുകൾ എപ്പോഴും ആഡ് ചെയ്തേ പോവുള്ളൂ. മാക്സിമം എററുകൾ എപ്പോഴും എന്ത് ചെയ്തേ പോവുള്ളൂ? ആഡ് ചെയ്തിട്ടേ പോവുള്ളൂ. മാക്സിമം എററുകൾ എപ്പോഴും ആഡ് ചെയ്തേ പോവുള്ളൂ. ആ പോയിന്റ് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നിങ്ങളിപ്പോ കണ്ടുപിടിച്ചത് ഏതിലാണ്? സമ്മിലും ഡിഫറൻസിലുമാണ്. ഇനി നമുക്ക് പ്രൊഡക്റ്റിന്റെ ഒരു ഇക്വേഷൻ വന്നു എന്ന് കരുതുക. പ്രൊഡക്റ്റ് വരുന്ന ഒരു ഇക്വേഷൻ. അപ്പോ എറർ ഇൻ പ്രൊഡക്റ്റ്, അടുത്ത ഹെഡിങ് ഒന്ന് എഴുതൂ. നോക്കൂ, എറർ ഇൻ
product. ഹെഡിങ് എഴുതിയോ നിങ്ങൾ? എറർ ഇൻ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. എറർ ഇൻ പ്രൊഡക്റ്റ്. ആ ഹെഡിങ് ഒന്ന് എഴുതി വെക്കൂ. നോക്കൂ, നമുക്ക് ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. ലെറ്റ് ഇസഡ് ഈക്വൽ ടു എ ബി. ഇതാണ് പ്രൊഡക്റ്റ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഡെറിവേഷൻ ഇതിങ്ങനെ ഡിറൈവ് ചെയ്ത് വരാൻ പറ്റും, ഡെൽറ്റ സെഡ് കാണാൻ. അപ്പോൾ നമുക്ക് ഇതിൽ നമ്മൾ എൻ്റെ നമ്മൾ മെഷർ ചെയ്തപ്പോൾ വരുന്ന വാല്യൂ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ആണ്. ആരെ ഡെൽറ്റ എ? എറർ ഇൻ എ ആണ്. അതേപോലെ ബിയെ നമ്മൾ മെഷർ ചെയ്തപ്പോൾ വരുന്ന വാല്യൂ ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി ആണ്. ആരാണ് ഡെൽറ്റ ബി? അതാണ് അതിൻ്റെ എറർ ഇൻ ബി. അങ്ങനെയാണെങ്കിൽ ഇസഡിനെ നമ്മൾ എഴുതേണ്ടത് സെഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ സെഡ് ആണ്. ഇതിൽ ഡെൽറ്റ സെഡ് എത്രയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ആൻസർ പറയാനുള്ളത്. ഡെറിവേഷൻ നമ്മൾ മാറ്റി വെക്കുകയാണ്. നോക്കൂ, എറർ ഇൻ ഇസഡ് ഈസ് ഗിവൺ ബൈ. നോക്കൂ, നേരെ ശ്രദ്ധിക്കണേ. നമ്മളിവിടെ പറയാൻ പോകുന്നത് റിലേറ്റീവ് എററാണ്. ഏത് എററാണ്? റിലേറ്റീവ് എററാണ്. അത് കിട്ടിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ എറർ കാണാവുന്നതേ ഉള്ളൂ. ശ്രദ്ധിക്കണം കേട്ടോ. നേരത്തൊക്കെ ഞാൻ പറഞ്ഞത് ആരാണ്? എറർ ആണെങ്കിൽ ഈ പ്രൊഡക്റ്റിൽ വന്നപ്പോൾ ഡിറൈവ് ചെയ്യുമ്പോൾ നേരെ നമ്മളെ കയ്യിൽ കിട്ടുക റിലേറ്റീവ് എറർ ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, സമ്മിലും ഡിഫറൻസിലും ഞാൻ എറർ ആണ് പറഞ്ഞതെങ്കിൽ പ്രൊഡക്റ്റിൽ പറയാൻ പോകുന്നത് ആരാണ്? റിലേറ്റീവ് എറർ ആണ്. റിലേറ്റീവ് എറർ ഇൻ ഇസഡ് ഈസ് ഗിവൺ ബൈ. ശ്രദ്ധിക്കണേ, നോക്കൂ, റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതുക നിങ്ങൾ? ഡെൽറ്റ സെഡ് മീൻ അബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ മീൻ വാല്യൂ. ഡെൽറ്റ സെഡ് ബൈ സെഡ് ഈക്വൽ ടു, നോക്കൂ, റിലേറ്റീവ് എറർ ഇൻ ഇസഡ് ഈക്വൽ ടു എ ഇൻറ്റു ബി അല്ലേ? എയുടെ റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ ആരാ? ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. ഇതിൻ്റെ ഡെറിവേഷൻസ് നമ്മൾ ലൈവ് ക്ലാസ്സിൽ പറയൂ കേട്ടോ. ഇത് നമ്മളെ വീഡിയോ ലെങ്ത് ആവണ്ട, കാരണം നമുക്ക് ഏറ്റവും ലാസ്റ്റ് പഠിക്കാനുള്ളതേ ഉള്ളൂ, അതുകൊണ്ടാണ്. നോക്കൂ, അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഡിഫറൻസുകൾ വന്നിട്ടുണ്ട് അല്ലേ? അതെന്താണ് എന്ന് ശ്രദ്ധിക്കണം. നോക്കിയാൽ നിങ്ങൾ, ഇതാണ് നമുക്ക് ആൻസർ വന്നത്. അപ്പോൾ റിലേറ്റീവ് എറർ ഇൻ ഇസഡ് ഈക്വൽ ടു റിലേറ്റീവ് എറർ ഇൻ എ പ്ലസ് റിലേറ്റീവ് എറർ ഇൻ ബി എന്നാണ് നമുക്ക് കിട്ടുക. ആദ്യം നമ്മൾ കണ്ടത് സമ്മാണ്, ഡിഫറൻസ് ആണ്. അതിൽ രണ്ടിലും നമ്മൾ പറഞ്ഞിരുന്നത് എറർ ആണ്. ഡെൽറ്റ സെഡ് ആണ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി ആണെങ്കിൽ പ്രൊഡക്റ്റിൽ എത്തിയപ്പോൾ നമ്മൾ പറഞ്ഞത് റിലേറ്റീവ് എറർ ആണ്. അത് ഡെൽറ്റ സെഡ് അല്ല, ഡെൽറ്റ സെഡ് ബൈ സെഡ് ആണ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി ആണ്. അല്ലെങ്കിൽ ഞാനത് വേർഡ്സിൽ എഴുതുകയാണെങ്കിൽ നോക്കിയാൽ റിലേറ്റീവ് എറർ ഇൻ ഇസഡ് ഈക്വൽ ടു ആരാ? റിലേറ്റീവ് എറർ ഇൻ എ പ്ലസ് ആരാ? റിലേറ്റീവ് എറർ ഇൻ ബി. അപ്പോൾ ഓക്കെ ആണോ? നോക്കണേ, ഡെൽറ്റ സെഡ് ബൈ സെഡ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. ഇനി നോക്കൂ, ഇപ്പൊ നിങ്ങൾ കണ്ടത് എന്താണ്? റിലേറ്റീവ് എറർ ആണെങ്കിൽ ഇനി നമുക്ക് കാണാൻ പോകുന്നത് പേഴ്സൻറ്റേജ് എറർ ആണ്. ഇതേ പ്രൊഡക്റ്റിൽ തന്നെ എന്താണ് ഞാൻ കാണാൻ പോകുന്നത്? പേഴ്സൻറ്റേജ് എറർ. വളരെ സിമ്പിളാണ്.
ആ കിട്ടിയ വാല്യൂ ഒക്കെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പെർസെൻറ്റേജ് എറർ ഇൻ ഇസഡ് അതാണ് കാണേണ്ടതെങ്കിൽ എന്തായിരുന്നു റിലേറ്റീവ് എററിന്റെ ഇക്വേഷൻ പറഞ്ഞ ഡെൽറ്റ സെഡ് ബൈ സെഡ് ഇൻറ്റു 100 ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 ഈക്വൽ ടു പ്ലസ് അവിടെ പ്ലസ് ആണ് അല്ലേ ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100. ഇതാണ് പെർസെൻറ്റേജ് എറർ ഇൻ ഇസഡ് വരുന്നത്. അല്ലെങ്കിൽ ഞാൻ വേർഡ്സിൽ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, നോക്കിയാൽ നിങ്ങൾ പെർസെൻറ്റേജ് എറർ ഇൻ ഇസഡ് ഈക്വൽ ടു പെർസെൻറ്റേജ് എറർ ഇൻ എ പ്ലസ് പെർസെൻറ്റേജ് എറർ ഇൻ ബി. അപ്പോൾ മാറ്റങ്ങൾ മനസ്സിലാക്കുക. എ പ്ലസ് ബി ആണെങ്കിലും എ മൈനസ് ബി ആണെങ്കിലും ഡെൽറ്റ സെഡ് എറർ ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി ആണ്. പ്രൊഡക്റ്റ് ആണെങ്കിലും കോഷ്യന്റ് ആണെങ്കിലും, ഇനി അടുത്ത് നമ്മൾ അതാ പറയാൻ പോകണം, ഒരേ റിസൾട്ടാണ്. അവിടെ നമ്മൾ പറയുന്നത് റിലേറ്റീവ് എറർ ആണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സെഡ് പുറത്ത് കൊണ്ടുപോയിട്ട് ഇവിടുന്ന് ഡെൽറ്റ സെഡ് കണ്ടുപിടിക്കാം. അത് നമുക്ക് വേണമെങ്കിൽ വേറെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ റിലേറ്റീവ് എറർ ഈക്വൽ ടു റിലേറ്റീവ് എറർ ഇൻ ഇസഡ് ഈക്വൽ ടു റിലേറ്റീവ് എറർ ഇൻ എ പ്ലസ് റിലേറ്റീവ് എറർ ഇൻ ബി ആണ് നമുക്ക് ആദ്യം കിട്ടുന്നത്. അല്ലെങ്കിൽ പെർസെൻറ്റേജ് എറർ ഇൻ ഇസഡ് ഈക്വൽ ടു പെർസെൻറ്റേജ് എറർ ഇൻ എ പ്ലസ് പെർസെൻറ്റേജ് എറർ ഇൻ ബി ആണ് നമുക്ക് കിട്ടുക. ഇതേ റിസൾട്ട് തന്നെയാണ് നമ്മൾ ഡിറൈവ് ചെയ്ത് വരുമ്പോൾ ഏതിലും വരിക, എറർ ഇൻ കോഷ്യന്റിലും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ സമ്മും ഡിഫറൻസും ഒരുപോലെയാണെങ്കിൽ കോഷ്യന്റും പ്രൊഡക്റ്റും നമുക്ക് ഒരുപോലെയാണ് ആൻസർ വരുന്നത്. അപ്പോൾ നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ആരാണ്? എറർ ഇൻ കോഷ്യന്റ് ആണ്. നോക്കൂ, ഇതാണ് ലെറ്റ് ഇസഡ് ഈക്വൽ ടു ഇസഡ് എ ബൈ ബി എന്ന ഇക്വേഷൻ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നോക്കൂ, നമ്മൾ പറയുന്നത് എററുകളല്ല, മറിച്ച് ആരാണ്? റിലേറ്റീവ് എറർ ആണ്. റിലേറ്റീവ് എറർ ഇൻ ഇസഡ് ഈസ് ഗിവൺ ബൈ, നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ആൻസർ വരിക. കാരണം നമ്മൾ മാക്സിമം എററിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെൽറ്റ സെഡ് ബൈ സെഡ്. ഇവിടെ നിങ്ങൾക്ക് കാര്യമായ ഒരു ഡൗട്ട് വരാം, എങ്ങനെയാ അത് വന്നേന്ന്. ഇതിൻ്റെ ഒരു ഡെറിവേഷൻ പറയുന്ന നേരത്ത് നമുക്ക് ബൈനോമിയൽ എക്സ്പാൻഷൻ എന്ന് പറയുന്ന മാത്സിലെ 5th or 6th ഒരു ചാപ്റ്ററിൻ്റെ ഒരു കൺസെപ്റ്റും കൂടെ നമുക്ക് ആവശ്യമുണ്ട് +1. അത് നമുക്ക് ഇപ്പോൾ അറിയില്ല. അതുകൊണ്ടാണ് ആ ഡെറിവേഷൻസ് നമ്മൾ മാറ്റി വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ തൽക്കാലം എന്ത് ചെയ്യാം, ആ ആൻസറുകൾ പഠിച്ചു വെക്കാം. എന്നിട്ട് ആ ചാപ്റ്റർ ഒക്കെ നമ്മൾ പഠിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡെറിവേഷൻസ് മനസ്സിലാക്കിയെടുക്കാം. അതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മളിപ്പോൾ ആ ഡെറിവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. ഓക്കെ, റെഡി. അപ്പോൾ നമുക്ക് ആൻസർ പഠിച്ചു വെക്കാം. ഡെൽറ്റ സെഡ് ബൈ സെഡ്, അതാണ് റിലേറ്റീവ് എറർ ഇൻ സെഡ് ഈക്വൽ ടു, എങ്ങനെയാണ് എഴുതുക, നമ്മൾ പ്രൊഡക്റ്റിൽ എഴുതിയ അതേപോലെ തന്നെ ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. ഇതാണ് റിലേറ്റീവ് എറർ ഇൻ ഇസഡ് കാണാനുള്ള ഇക്വേഷൻ വരുന്നത്. അടുത്തത് നോക്കൂ, റിലേറ്റീവ് എറർ കിട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് എറർ പറയാം. പെർസെൻറ്റേജ് എറർ ഇൻ ഇസഡ് ഈസ് ഗിവൺ ബൈ, അത് പറഞ്ഞുകൂടെ നമുക്ക് വേണമെങ്കിൽ പറയാം. 100 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഡെൽറ്റ സെഡ് ബൈ സെഡ് ഇൻറ്റു 100 ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 പ്ലസ് ആരാ, ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100 ആണ്. ഇതാണ് നമുക്ക് പെർസെൻറ്റേജ് എറർ വരുന്നത്. ഓക്കെ ആണോ? റെഡി. നോക്കൂ, സമ്മിലെ എറർ എത്രയാ? ഡെൽറ്റ സെഡ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. അതാണ് സമ്മിലും ഡിഫറൻസിലും. അതേപോലെ പ്രൊഡക്റ്റിലും കോഷ്യന്റിലും ആരാ വരിക? ഡെൽറ്റ സെഡ് ബൈ സെഡ്. അതാരാ? റിലേറ്റീവ് എറർ ആണ്.
അല്ലെങ്കിൽ ഫ്രാക്ഷണൽ എറർ, അല്ലെങ്കിൽ എന്താ വിളിക്കുക, ഫ്രാക്ഷണൽ എറർ. ഡെൽറ്റ സെഡ് ബൈ സെഡ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. അതിലൊക്കെ ഇൻറ്റു 100 കൊടുത്താൽ എന്ത് കിട്ടും, പെർസെൻറ്റേജ് ചേഞ്ച് കിട്ടും. ഓക്കെ ആണോ? റെഡി. ഇനി നമ്മൾക്ക് ഒരു കാര്യം കൂടെ പഠിക്കാനുണ്ട്. നോക്കൂ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുന്നാണ് നമുക്ക് കോമൺ ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ വരാറുള്ളത്. എറർ ഇൻ പവർ. ഒരു ഇക്വേഷനിൽ ഇപ്പം നമ്മൾ ആ ഇക്വേഷൻ എഴുതിയതിൽ എ ബി അതിനൊന്നും ഒരു പവർ ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ എറർ എങ്ങനെയാണ് നമ്മൾ കാണുക എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കൂ, ലെറ്റ് ഇസഡിൻ്റെ ഇക്വേഷൻ ഇല്ലേ, ആ ഇസഡിൻ്റെ ഇക്വേഷൻ ഇസഡ് ഈക്വൽ ടു എ റേസ്ഡ് എൻ എന്ന് പറയുന്ന ഒരു പവർ അവിടെ വരുന്നുണ്ടെങ്കിൽ റിലേറ്റീവ് എറർ ഇൻ ഇസഡ് ഈസ് ഗിവൺ ബൈ. ഇതിൻ്റെ ചെറിയ ഒരു ഐഡിയ ചിലപ്പോൾ നിങ്ങൾ ബ്രിഡ്ജ് കോഴ്സിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം. റിലേറ്റീവ് എറർ ഇൻ ഇസഡ് ഈസ് ഗിവൺ ബൈ. എങ്ങനെ നമ്മൾ റിലേറ്റീവ് എറർ എഴുതാം? ഡെൽറ്റ സെഡ് ബൈ സെഡ് ഈക്വൽ ടു ഡെൽറ്റ സെഡ് ബൈ സെഡ്, അതാണ് റിലേറ്റീവ് എറർ. ആ പവർ എത്രയാ? n ആണ്, ഇൻറ്റു ഡെൽറ്റ എ ബൈ എ. ആ പവർ ഇൻറ്റു റിലേറ്റീവ് എറർ ഓഫ് എ ആയിരിക്കും. അപ്പോൾ നോക്കൂ, എങ്ങനെയാണ് ഞാനതൊരു സ്റ്റേറ്റ്മെൻ്റ് ആക്കി പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെയാണ് നമ്മൾ പവർ വരുന്ന ഇക്വേഷനിൽ റിലേറ്റീവ് എറർ കാണുക. നോക്കൂ, എങ്ങനെയാണ് ഞാനത് എഴുതിയത്? ആ ഒന്ന് സ്റ്റേറ്റ്മെൻ്റ് ആക്കി പറയൂ നിങ്ങൾ. റിലേറ്റീവ് എറർ ഇൻ ഇസഡ് ഈക്വൽ ടു പവർ ഇൻറ്റു ആരെ പവർ n അല്ലേ? ആണ്. റിലേറ്റീവ് എറർ ഇൻ എ. ഇങ്ങനെയാണ് നമ്മൾ റിലേറ്റീവ് എറർ പവർ വരുന്ന ഇക്വേഷനിൽ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ പെർസെൻറ്റേജ് എറർ കണ്ടൂടെ? കാണാം. പെർസെൻറ്റേജ് എറർ ഈക്വൽ ടു, അടുത്ത പോയിന്റ് നോക്കിയാൽ പെർസെൻറ്റേജ് എറർ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. പെർസെൻറ്റേജ് എറർ ഇൻ ഇസഡ് ഈസ് ഗിവൺ ബൈ. നോക്കൂ, ഇങ്ങനെ എഴുതാം. ഡെൽറ്റ സെഡ് ബൈ സെഡ് ഇൻറ്റു എന്ത് വരും? 100 ഈക്വൽ ടു n ഇൻറ്റു ആ പവർ അവിടെ നിന്നോട്ടെ, ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100. പെർസെൻറ്റേജ് ചേഞ്ച് എറർ ഇൻ ഇസഡ് ഈക്വൽ ടു n ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഇൻ എ. ഇതാണ് പെർസെൻറ്റേജ് എറർ പവർ വരുമ്പോൾ നമുക്ക് കാണാനുള്ളത് കേട്ടോ. ലാസ്റ്റായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ജനറലൈസ് ചെയ്യാം. ജനറൽ റൂളായിട്ട് പറയാം. കുറേ പവറുകളൊക്കെ വരുന്നുണ്ട് എന്ന് കരുതുക. നോക്കൂ, ജനറൽ റൂൾ. ഞാനൊരു ഇക്വേഷൻ എഴുതാം. അതിൽ ഒന്നിലധികം ടേംസ് ഉണ്ട്, ഒന്നിലധികം പവറുകളുണ്ട് എന്ന് കരുതുക. ലെറ്റ് ഇസഡ് ഈക്വൽ, ഇവനാണ് ഇമ്പോർട്ടൻറ്റ്. എല്ലാ കാര്യങ്ങളും അവിടെ വന്നിട്ടുണ്ടാവും, നോക്കിക്കോളൂ. എ റേസ്ഡ് 3, ബി റേസ്ഡ് 4 ഹോൾ ഡിവൈഡഡ് ബൈ സി റേസ്ഡ് 1/2 ഇൻറ്റു ഡി റേസ്ഡ് ഒരു അല്ലെങ്കിൽ നമുക്കൊരു ജനറലൈസ് ചെയ്തിട്ടൊരു പവർ കൊടുക്കാം. എ റേസ്ഡ് എം ഇൻറ്റു ബി റേസ്ഡ് എൻ ഡിവൈഡഡ് ബൈ സി റേസ്ഡ് പി ഇൻറ്റു ഡി റേസ്ഡ് ക്യൂ. അപ്പോൾ നോക്കൂ, പ്രൊഡക്റ്റുകളുണ്ട്, കോഷ്യൻ്റ് ഉണ്ട്, പവർ ഉണ്ട്. പക്ഷെ ഒരു കാര്യം, മാക്സിമം എറർ ആണോ? ഒക്കെ പ്ലസ് ചെയ്ത് പോകണം. ഇതിൽ നോക്കൂ നിങ്ങൾ, ഇത് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. റിലേറ്റീവ് എറർ. നോക്കൂ, ഞാൻ ലാസ്റ്റ് കണ്ടുപിടിച്ചതൊക്കെ എറർ അല്ല,
റിലേറ്റീവ് എറർ ഇൻ ഇസഡ് ആണ് കാണാൻ പോകുന്നത്. അപ്പൊ റിലേറ്റീവ് എറർ ഇൻ ഇസഡ് ഈസ് ഗിവൺ ബൈ, നോക്കിയാ ഞാൻ എഴുതും ഡെൽറ്റ സെഡ് ബൈ സെഡ് ഈക്വൽ ടു എന്റെ പവർ എത്രയാ എം ഇൻറ്റു ഡെൽറ്റ എ ബൈ എ. കഴിഞ്ഞോ? ഇല്ല, ഇനി ബാക്കി ആളുകളുണ്ട്. പ്ലസ് പ്രൊഡക്റ്റ് അല്ലേ, പ്ലസ് ആ പ്രൊഡക്റ്റ് വന്നപ്പോൾ നമ്മൾ ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി എഴുതി. അതേപോലെ ഇവിടെ പ്ലസ് അടുത്ത പവർ ആരാ എൻ ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി. നോക്കൂ പ്ലസ്. അടുത്ത നോക്കിയ താഴെ അതും പ്ലസ് തന്നെയാ, മാക്സിമം എററാ. പവർ എത്രയാ പി ഇൻറ്റു ഡെൽറ്റ സി ബൈ സി പ്ലസ് ഡിന്റെ പവർ എത്രയാ ക്യൂ ഇൻറ്റു ഡെൽറ്റ ഡി ബൈ ഡി. ഇങ്ങനെയാണ് നമ്മൾ ഡെൽറ്റ സെഡ് ബൈ സെഡിലെ റിലേറ്റീവ് എറർ ഒരു വലിയ ഇക്വേഷനിലെ എറർ കാണും. ഇതിലെല്ലാത്തിലും ഞാനൊരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കുക? പെർസെൻറ്റേജ് എറർ കിട്ടും നമുക്ക്. അപ്പോൾ ഇതാണ് കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്ന ആള്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ അറിയാമോ? എങ്ങനെയാണ് ഈ ഭാഗത്തുനിന്ന് ഇവിടുന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, മുൻ വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഒരുപാട് വായിക്കാനൊക്കെ ഉണ്ടാവും, പക്ഷേ വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് ആൻസറുകൾ കിട്ടും. നോക്കൂ, ആദ്യം നമ്മളിപ്പോൾ ഇതാണ് പറഞ്ഞത് 7 ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, സോൾവ് ചെയ്തിട്ടുണ്ടാവും. 8 ക്വസ്റ്റ്യൻ ആദ്യം നിങ്ങൾ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, എന്നിട്ട് ഞാൻ പറയുന്ന ആൻസർ നോക്കുക കേട്ടോ. ഓക്കെ, നോക്കൂ. ഫൈൻഡ് ദ റിലേറ്റീവ് എറർ ഇൻ സെഡ് ഇഫ് a raised z equal to a raised 4 into b raised 1/3 divided by c into d raised 3/2. 2020 വന്ന ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. നമുക്ക് ആദ്യം വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് എഴുതാം. റിലേറ്റീവ് എറർ ഇൻ സെഡ്, എന്നിട്ട് താഴെ എഴുതാം. എങ്ങനെ എഴുതാം ഒന്ന് പറഞ്ഞാൽ, ഡെൽറ്റ റിലേറ്റീവ് ആണോ പെർസെൻറ്റേജ് ആണോ? റിലേറ്റീവ് ആണ്. ഡെൽറ്റ സെഡ് ബൈ സെഡ് ഈക്വൽ ടു എൻ്റെ പവർ എത്രയാ 4 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ പ്ലസ് ബീൻ്റെ പവർ എത്രയാ 1/3 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി പ്ലസ് സീൻ്റെ പവർ എത്രയാ 1 ഇൻറ്റു ഡെൽറ്റ സി ബൈ സി പ്ലസ് ഡിൻ്റെ പവർ എത്രയാ 3/2 3/2 ഇൻറ്റു ഡെൽറ്റ ഡി ബൈ ഡി. ഇതല്ലേ നമ്മൾ ലാസ്റ്റ് പഠിച്ചത് ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എഴുതാൻ വളരെ സിമ്പിളാണ്. 2020 വന്ന ക്വസ്റ്റ്യൻ അതാണ്. ഇനി നോക്കൂ, 9th ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, 9th ക്വസ്റ്റ്യൻ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം എഴുതിയെടുക്കുക, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ആൻസർ പറയാം. അപ്പോൾ എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയണത് നോക്കിയാൽ മതി കേട്ടോ. നോക്കൂ, ആദ്യം ഇവിടെ പോസ് ചെയ്തിട്ട് എ ക്വസ്റ്റ്യൻ എഴുതുക, എന്നിട്ട് ഞാനൊന്ന് മുകളിലോട്ട് ആക്കുന്നുണ്ട്. ഇവിടെ പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബി ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ഇവിടെ പോസ് ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് ഈ താഴത്തെ ലൈന് കാണണമെങ്കിൽ ഇതാ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, നമുക്ക് സൊല്യൂഷൻ നോക്കാം. നമ്മൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ, ദ ആക്യുറസി ഇൻ മെഷർമെന്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഓഫ് ദ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്. സ്റ്റേറ്റ് വെദർ ദ എബവ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ, അതിന് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്ന ആളുമായിട്ട് റിലേറ്റഡ് ആണ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാവുന്ന ഏറ്റവും ചെറിയ മെഷർമെന്റ്, അത് ഏറ്റവും ചെറുതായിട്ട് എത്ര പോവോ അത്രയും ആക്യുറേറ്റ് ആയിട്ട് വരും.
അപ്പം ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ആക്യുറസീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ സ്കെയിലായിട്ട് എന്ത് ചെയ്തു? ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ഹെയറിൻ്റെ നമ്മൾ അതിൻ്റെ ഡയമീറ്റർ മെഷർ ചെയ്തു. നമുക്ക് കിട്ടാൻ പ്രയാസമാണ്. എന്നാലും നമ്മൾ അത് മെഷർ ചെയ്യുന്നത് സ്ക്രൂ ഗേജ് ഉപയോഗിച്ചോ വെർനിയറോ ആണെങ്കിൽ കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് കിട്ടും. ശരിയാണ്. ഈ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ലീസ്റ്റ് കൗണ്ട് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ആക്യുറസി ഓഫ് ദ മെഷർമെന്റ്. അപ്പോൾ ഓപ്ഷൻ എ, അതിൽ ആ എ എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ അത് ട്രൂ ആണോ ഫോൾസ് ആണോ? ട്രൂ ആണ്. ബി ആണ്. അപ്പോൾ ട്രൂ എന്ന് എഴുതാനുള്ളൂ. ബി ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ നിങ്ങൾ, നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. പി ഈക്വൽ ടു എ ക്യൂബ് ബി സ്ക്വയർ റൂട്ട് സി ഡി. ഇവിടെ ആ റൂട്ട് വരുമ്പോൾ ശ്രദ്ധിക്കണം. റൂട്ട് എന്ന് പറഞ്ഞാൽ പവർ എത്രയാണ്? അതൊന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു വെച്ചോണ്ടു. റൂട്ട് എന്ന് പറയുന്നത് 1/2 ആണ്. റൂട്ട് എന്ന് പറയുന്നത് ആരാണ്? 1/2. അപ്പോൾ എ ക്യൂബ് ബി സ്ക്വയർ റൂട്ട് സി പിന്നെ ഡി ഇതാണ് വരുന്നത്. ഇനി നോക്കൂ, നമ്മളോട് എന്താ കാണാൻ പറഞ്ഞത്? പെർസെൻറ്റേജ് എറർ ഇൻ എ ബി സി ഡി ആർ 1 3 2 3 1 3 2 3. എയിലെയും ബിയിലെയും സിയിലെയും ഡിയിലെയും പെർസെൻറ്റേജ് എററുകൾ തന്നു. 1 3 2 3 1%, 3%, 2%, 3% തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് എറർ ഇൻ പി ആണ് കാണേണ്ടത്. ഞാൻ ആ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതാം. എന്തായിരുന്നു ക്വസ്റ്റ്യനിൽ ഇക്വേഷൻ വന്നത്? പി ഈക്വൽ ടു എ ക്യൂബ് ഉണ്ട്, ബി സ്ക്വയർ ഉണ്ട്, റൂട്ട് സി ഉണ്ട്, പിന്നെ ഡി ഉണ്ട്. ഇതാണ് ഇക്വേഷൻ. ഇനി നിങ്ങൾക്ക് ഇതിൽ പെർസെൻറ്റേജ് എറർ കാണാനും അറിയാം, റിലേറ്റീവ് എറർ കാണാനും അറിയാം. ഞാൻ എഴുതുകയാണ്, നോക്കൂ. പെർസെൻറ്റേജ് എറർ ഇൻ പി ഈക്വൽ ടു 3 ആണ് ആദ്യത്തെ പവർ. 3 ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഇൻ എ പ്ലസ്, അടുത്ത നിങ്ങൾക്ക് പറയാലോ, പവർ ആരാ? 2. 2 ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഇൻ ബി പ്ലസ്, അടുത്തതാരാ? അടുത്ത പവർ സിന്റെ റൂട്ടിന്റെ പവർ ആണ് എത്രയാ? 1/2 ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഇൻ സി പ്ലസ് ഡിന്റെ പവറോ 1 പെർസെൻറ്റേജ് എറർ ഇൻ ഡി. കാരണം അവിടെ നമുക്ക് ആ പവർ 1 ആണ്. ഇത് നോക്കൂ നിങ്ങൾ, വളരെ സിമ്പിളാണ്. കാരണം ഈ ടേം ഉണ്ടല്ലോ, ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ നേരിട്ട് അങ്ങോട്ട് തന്നിരിക്കുക. അതെത്രയാ? 1%, 3%, 2%, 3% തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആൻസർ നോക്കൂ, വളരെ പെട്ടെന്ന് ആൻസർ ആവും. ഈക്വൽ ടു ഈ പവർ എഴുതി ഞാൻ 3 ഇൻറ്റു ഇതെത്രയാ? 1% ആണ്. പ്ലസ് അടുത്തതോ 2 ഇൻറ്റു ഈ പെർസെൻറ്റേജ് ഇതെത്രയായിരുന്നു? ഇത് നമുക്ക് 3% തന്നിട്ടുണ്ട്. അപ്പം ഞാൻ എഴുതും 2 ഇൻറ്റു 3% പ്ലസ് ഇവിടെയോ 1% ആണ് തന്നിട്ടുള്ളത് അല്ലേ? എത്രയായിരുന്നു? 1%, 3%, 2% ആണ് ഇവിടെ തന്നത്. സീൻ്റെത് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കണേ, അവിടെ ഉണ്ടാവും. നോക്കിയാ ഇതാ 1%, 3%, 2%, 3%. അപ്പോൾ നമുക്ക് അവിടെ എഴുതാം എത്രയാ? ഈ ആളെയാണ് ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയത്. ഇതാ ഈ ആള്, ഇത് 1/2 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം അവിടെ ഒരു 1/2 പവർ ഉണ്ട്. 1/2 ഇൻറ്റു 2% പ്ലസ് അടുത്തത് പെർസെൻറ്റേജ് എറർ ഇൻ ഡി എത്രയാ? 3% ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് 3 എന്ന് തന്നിട്ടുണ്ട്. 3%. അപ്പോൾ ഇവിടെ 3%. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കൂ നിങ്ങൾ, ഇത് ടോട്ടൽ ആഡ് ചെയ്താൽ മതി, ആൻസറായി. 3 + 6 9 + 1 10 + 3 13% ആണ് ആൻസറായിട്ട് വരിക. 3%, 6 9 1 10 + 3 13%. ഇതാണ് നമുക്ക് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി നോക്കൂ,
10th ക്വസ്റ്റ്യൻ. ആദ്യം നിങ്ങൾ പോസ് ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണേ. 2016 മാർക്സിൽ ചോദിച്ചതാണ്. ഇത് എഴുതി കഴിഞ്ഞാൽ സൊല്യൂഷനിൽ നോക്കൂ, നിങ്ങൾ പറയാം ഞാൻ. എന്താ ക്വസ്റ്റ്യൻ? എറർ ഇൻ ദ മെഷർമെന്റ് ഓഫ് റേഡിയസ് ഓഫ് എ സർക്കിൾ. റേഡിയസിലെ എറർ എന്ന് പറയുന്നത് 0.6% ആണ്. അപ്പൊ അത് ഏത് എററാ? പെർസെൻറ്റേജ് എററാണ്. ഫൈൻഡ് ദ പെർസെൻറ്റേജ് എറർ ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് ദ ഏരിയ ഓഫ് ദ സർക്കിൾ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇസഡ് എന്ന് എഴുതുന്നതിന് പകരം ഇവിടെ ആരാ? ഏരിയ ഈക്വൽ ടു സർക്കിളിന്റെ ഏരിയ πr² അല്ലേ? ആണ്. അപ്പൊ ഇവിടെ നമുക്ക് പൈ അത് കോൺസ്റ്റന്റാ, അതിൽ എറർ ഇല്ല. നമുക്ക് എറർ വരുന്നത് ആറിലാണ്. അപ്പൊ നമുക്ക് ഏത് എററാ വേണ്ടേ? പെർസെൻറ്റേജ് എറർ ഇൻ എ ഈക്വൽ ടു ഏരിയയിലുള്ള പെർസെൻറ്റേജ് എറർ. റേഡിയസ് ആണ്, അതിന്റെ പവർ എത്രയാ? 2 ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഇൻ റേഡിയസ് ഈക്വൽ ടു സിമ്പിളാ 2 ഇൻറ്റു ഈ പെർസെൻറ്റേജ് എറർ ഇൻ ആർ, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പെർസെൻറ്റേജ് എറർ ഇൻ റേഡിയസ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? 0.6% തന്നിട്ടുണ്ട്. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 2 ഇൻറ്റു 0.6 ഈക്വൽ ടു 1.2% എന്ന് കിട്ടില്ലേ? വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വളരെ സിമ്പിളാണ്. നമ്മളെ എറർ കുറേ കാര്യങ്ങൾ പറഞ്ഞാലും വളരെ സിമ്പിളാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുക. അത് നിങ്ങൾ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. എഴുതിയെടുത്തതിന് ശേഷം ഞാൻ ഈ പറയുന്ന സൊല്യൂഷൻ നോക്കുക. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാ. ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് തിക്നെസ് ഓഫ് എ ബ്ലോക്ക് ഈസ് മെഷേർഡ് യൂസിംഗ് വെർനിയർ കാലിപ്പേഴ്സ്. ദ പെർസെൻറ്റേജ് എറർ ഇൻ ദ മെഷർമെന്റ്സ് ആർ 2%, 1% ആൻഡ് 3%. 2, 1, 3. ഇതാണ് പെർസെൻറ്റേജ് എറർ ഇൻ ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് തിക്നെസ് വരുന്നത്. എസ്റ്റിമേറ്റ് ദ പെർസെൻറ്റേജ് എറർ. കണ്ടെങ്കിൽ പെർസെൻറ്റേജ് എററിലാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത്. 2015 മാർക്സിൽ വന്നതാണ്. അപ്പം ഞാൻ ആദ്യം ആ ബ്ലോക്കിൻ്റെ വോള്യം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ്, അങ്ങനെയല്ലേ നമ്മൾ വോള്യം കാണുക? ആണ്. അപ്പം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? എ ബി ഇസഡ് ഈക്വൽ ടു എ ബി, സെഡിന് പകരം വോള്യമാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് കണ്ടിരുന്നത്? എ ബി വന്നപ്പോൾ ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. അപ്പോൾ എ ബി സി വന്നാലോ ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി പ്ലസ് ഡെൽറ്റ സി ബൈ സി കൊടുക്കണം. അപ്പം നമ്മളോട് റിലേറ്റീവ് എറർ അല്ല, പേഴ്സൻറ്റേജ് എററാ കാണാൻ പറഞ്ഞത്. കണ്ടു നോക്കിയാലോ? നോക്കൂ, പെർസെൻറ്റേജ് എറർ ഇൻ വോള്യം ഈക്വൽ ടു പവറൊക്കെ 1 അപ്പൊ കുഴപ്പമില്ല. പെർസെൻറ്റേജ് എറർ ഇൻ ലെങ്ത് പ്ലസ് പെർസെൻറ്റേജ് എറർ ഇൻ ബ്രെഡ്ത്ത് പ്ലസ് പെർസെൻറ്റേജ് എറർ ഇൻ തിക്നെസ് ആണ് ഈക്വൽ ടു എത്രയാ അവിടെ പറഞ്ഞിരുന്നത്? ഇത് നേരിട്ട് തന്നതല്ലേ? ഇതൊക്കെ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ നിങ്ങൾ നേരിട്ട് എല്ലാ വാല്യൂകളും നമുക്ക് തന്നിട്ടുണ്ട്. ഇതിങ്ങനെ മാത്രം എഴുതാൻ അറിഞ്ഞാൽ മതി. 1% പ്ലസ് 2% പ്ലസ് 3%, ഇങ്ങനെയാണ് വാല്യൂസ് തന്നിരുന്നത്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 6% ആണ്. അങ്ങനെ തന്നെ അല്ലേ വാല്യൂ തന്നെ? 1 ഉണ്ട്, 2 ഉണ്ട്, 1 ഉണ്ട്, 3 ഉണ്ട്. അപ്പോൾ എല്ലാം ഉണ്ട് അല്ലേ? അത് ലെങ്ത്തിൻ്റെതാണ്, ബ്രെഡ്ത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറി എഴുതിയെന്നുള്ളൂ. ആഡ് ചെയ്യുമ്പോൾ നെറ്റ് ആൻസർ 6% വരും. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഞാൻ ഇവിടെ കാണിച്ച എല്ലാ ക്വസ്റ്റ്യൻസും വന്നത് ഏത് ഭാഗത്തു നിന്നാണ്? പെർസെൻറ്റേജ് എററിൻ്റെ ഭാഗത്തു നിന്നാണ്. അവിടെ ശ്രദ്ധിക്കണം. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ പോസ് ചെയ്തതിന് ശേഷം എഴുതിയെടുക്കാം. സൊല്യൂഷൻ ഇതാണ്.
നമ്മളോട് സെൻട്രിപ്പെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. F = mv²/r. അപ്പോൾ സെഡിന് പകരം എഫ് ആണ്, പിന്നെ വേറെ ആരൊക്കെയോ ഉണ്ട്. ഇതിൻ്റെ യൂസിങ് ദ എബവ് ഫോർമുല റൈറ്റ് ആൻ ഇക്വേഷൻ ടു ഫൈൻഡ് ദ പെർസെൻറ്റേജ് എറർ. റിലേറ്റീവ് ആണോ പെർസെൻറ്റേജ് ആണോ? പെർസെൻറ്റേജ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു നോക്കിയാ? F = mv²/r. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? പെർസെൻറ്റേജ് എറർ ഇൻ എഫ് ഡെൽറ്റ f/f × 100 ഈക്വൽ ടു എമ്മിൻ്റെ പവർ 1 ആണ്. അപ്പം ഡെൽറ്റ m/m × 100 പ്ലസ് വിൻ്റെ പവർ എത്രയാ? 2 × ഡെൽറ്റ v/v × 100 പ്ലസ് ആറിൻ്റെ പവർ എത്രയാ? 1 ആണ്. അപ്പം ഡെൽറ്റ r/r × 100. ഇതാണ് നമുക്ക് സെൻട്രിപ്പെറ്റൽ ഫോഴ്സിൻ്റെ പെർസെൻറ്റേജ് എറർ കാണാനുള്ള ഇക്വേഷൻ. സിമ്പിളാണ്. നോക്കൂ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ലാസ്റ്റ് ഇപ്പം ഇതുവരെ വന്ന പ്രീവിയസ് ക്വസ്റ്റ്യനിലാണ്. ഇതുവരെ കണ്ടത് മുഴുവൻ നിങ്ങൾ പെർസെൻറ്റേജ് എറർ അല്ലേ? ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 13th ക്വസ്റ്റ്യൻ വീണ്ടും പെർസെൻറ്റേജ് എറർ ആണ്. പോസ് ചെയ്തതിന് ശേഷം എഴുതിയെടുക്കുക. സൊല്യൂഷൻ ഇതാ ഞാൻ പറയുന്നുണ്ട്. നോക്കൂ, പെർസെൻറ്റേജ് എറർ ഇൻ കാൽക്കുലേറ്റിംഗ് ദ റേഡിയസ് ഓഫ് ദ സ്ഫിയർ. സ്ഫിയർ ആണ്. റേഡിയസിലെ പെർസെൻറ്റേജ് ചേഞ്ച് 2% ആണെങ്കിൽ വാട്ട് വിൽ ബി ദ പെർസെൻറ്റേജ് എറർ ഇൻ കാൽക്കുലേറ്റിംഗ് ദ വോള്യം? സ്ഫിയറിൻ്റെ വോള്യം എങ്ങനെയാണ് കാണുക? വോള്യം ഈക്വൽ ടു 4/3 πr³ ആണ്. അപ്പോൾ ആ ഇക്വേഷൻ നമ്മളിലെ മുൻപ് പഠിച്ചതാണ്. 4/3 πr³ ആണ്. ഇതിൽ 6 മാത്രമേ മാറുന്നുള്ളൂ, ബാക്കിയൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് എറർ അല്ലേ ചോദിച്ചേ? ആണ്. പെർസെൻറ്റേജ് എറർ ഇൻ വോള്യം ഈക്വൽ ടു ആറിൻ്റെ പവർ എത്രയാ? 3 × പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ റേഡിയസ്. പെർസെൻറ്റേജ് എറർ ഇൻ റേഡിയസ് ഈക്വൽ ടു ഇതെത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇതെത്രയാ? 2 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വെരി സിമ്പിൾ. 3 × 2% ഈക്വൽ ടു 6%. അപ്പോൾ നോക്കൂ, നിങ്ങൾ എററുമായി ബന്ധപ്പെടുത്തി നമ്മൾ കോമ്പിനേഷൻ ഓഫ് എറേഴ്സും എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോഴും നമുക്ക് വന്നത് എന്ത് മാത്രമാണ്? നമ്മളെ പെർസെൻറ്റേജ് എററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണൊക്കെ വന്നത് അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ മനസ്സിലാക്കുക, എല്ലാ കാര്യങ്ങളും. എന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ എവിടുന്നാണ് വരുന്നത് എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഓക്കെ.